നമുക്കറിയാം, ആദ്യമായി ഇറങ്ങിയ വഹിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്റ. ഇഖ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിക്കാനാണ്, കണ്ടെത്താനാണ്, പഠിക്കാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആദ്യ വഹിയുടെ ഉദ്ദേശ്യം അദ്ദേഹത്തിന് അള്ളാഹു അറിവ് നേരിട്ട് നൽകുമെന്ന് പറയാനാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേരിട്ട് വായിക്കൂ. അതേ സൂറത്തിൽ തന്നെ വീണ്ടും ഇഖ്റ എന്ന് അവതരിച്ചിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്. കുറച്ചായത്തുകൾക്ക് ശേഷം ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഇഖ്റ എന്ന് 2 തവണ പറഞ്ഞു. 2 തവണ ഇഖ്റ പറഞ്ഞതിന് ചില പണ്ഡിതന്മാർ പറയുന്നു, ഒന്നാമത്തെ ഇഖ്റ ഇസ്ലാമിക ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്. എന്നാൽ രണ്ടാമത്തെ ഇഖ്റ ആധുനിക ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. കാരണം അള്ളാഹു പറയുന്നു, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യൻ്റെ വിജ്ഞാനത്തെ പേന കൊണ്ട് നാം വായിക്കുന്നു. മനുഷ്യൻ കൊണ്ടുവന്ന എല്ലാം വായിക്കുന്നു. എൻസൈക്ലോപീഡിയകൾ, ഗവേഷണങ്ങൾ, എല്ലാ ശാസ്ത്രങ്ങളും ഇതൊക്കെയും പേന കൊണ്ട് എഴുതപ്പെട്ടതാണ്. അള്ളാഹു നമ്മളോട് പഠിക്കാൻ പറയുന്നു. ആദ്യമായി മതത്തെ പഠിക്കണം, രണ്ടാമതായി ലോകത്തെക്കുറിച്ച് പഠിക്കണം. അറിവിനെ അള്ളാഹു ബഹുമാനിച്ചു എന്നതിന് ഒരു സംശയവുമില്ല. വിജ്ഞാനവും ചിന്തയും സംവാദവും പ്രതിഫലനവും. ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ മറ്റു മതങ്ങളും സംസ്കാരങ്ങളും പോലെയല്ല. ഒരേ സമയം ദൈവികവും ശാസ്ത്രീയവുമായ ഏക സംസ്കാരം ഇസ്ലാമാണെന്നതിൽ ഒരു സംശയവും വേണ്ട. രണ്ടും ഇസ്ലാമിൻ്റെ ഭാഗമാണ്. ഇനി പാശ്ചാത്യ സംസ്കാരം നോക്കുകയാണെങ്കിൽ മതപരമായിരുന്നപ്പോൾ അത് ഇരുണ്ട കാലഘട്ടമായിരുന്നു. പിന്നീട് അവർ മതത്തെ ഉപേക്ഷിച്ചപ്പോഴാണ്, പള്ളികളുടെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിഞ്ഞപ്പോഴാണ് അവിടെ നവീകരണം വന്നത്. അപ്പോഴാണ് ശാസ്ത്രീയമായി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നവീകരണത്തിന് ശേഷം നവോത്ഥാനം വന്നത്. ഇസ്ലാമിക സംസ്കാരം പിൻപറ്റുന്ന മുസ്ലിങ്ങളായ നമ്മൾ മതപരമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒരുപോലെ ഉന്നതിയിലുണ്ടായിരുന്ന മനുഷ്യചരിത്രത്തിലെ ഏക സമൂഹമാണ്. നമുക്ക് ദീനുമുണ്ടായിരുന്നു, ദുനിയാവുമുണ്ടായിരുന്നു. മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും കെമിസ്ട്രി, ബയോളജി, വൈദ്യം, ജ്യോതിഷശാസ്ത്രം തുടങ്ങിയവയെ പ്രേരിപ്പിച്ചിരുന്നു. ക്രിസ്തുവർഷം 8, 9, 10, 11 നൂറ്റാണ്ടുകളിൽ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്തത് ഇസ്ലാമിക ഖിലാഫത്തായിരുന്നു. നമ്മളായിരുന്നു മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പഠനങ്ങൾ കൊണ്ടുവന്നതും. ജ്യോതിശാസ്ത്രത്തിൽ ഇന്ന് കാണുന്ന പല നക്ഷത്രങ്ങളുടെയും പേര് നൽകിയത് നമ്മളായിരുന്നു. അവ അറബി ഭാഷയിലായിരുന്നു. ആൾജിബ്ര കണ്ടുപിടിച്ചത് നമ്മളായിരുന്നു. അങ്ങനെ പല പല ഗവേഷണങ്ങൾ, പല പല കണ്ടുപിടുത്തങ്ങൾ.